നമസ്കാരം രുചികണ്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു പൊരിയൽന്നോ അല്ലെങ്കിൽ എന്താ അങ്ങനെയൊക്കെ പറയാൻ പറ്റും. അതായത് സൈഡ് ഡിഷായിട്ട് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നതാണ്. ഇത് വഴുതനങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ വഴുതനങ്ങ വെച്ചിട്ട് ഇതുപോലെ ഒരു റെസിപ്പി മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നൊക്കെ നല്ല വ്യത്യാസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സ്പെഷ്യലായിട്ട് നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ആ ടേസ്റ്റ് പാടെ മാറ്റുന്നതെന്ന് പറയാം കേട്ടോ. അപ്പോൾ വഴുതനങ്ങ സാധാരണ സാമ്പാർ കഷ്ണങ്ങളിലൊക്കെ ഇടുമെങ്കിലും എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എല്ലാവർക്കും അങ്ങനെ പെട്ടെന്നൊന്നും പിടിക്കുന്ന സാധനമല്ല ഇത്. പക്ഷെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം പോയിട്ട് ഈ ഒരു വഴുതനങ്ങ പൊരിയൽ ഉണ്ടാക്കി വരാം. അപ്പോൾ ഈ ഒരു പൊരിയൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു വലിയ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ വഴുതനങ്ങ എടുക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ. ഒരു 2, 3, 4 നോക്കി വലുപ്പം നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ സവാള അതുപോലെ തന്നെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ്. നിങ്ങൾക്ക് വലുതുണ്ടെങ്കിൽ വലിയത് എടുക്കാം, കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടുകയും ചെയ്യാം കേട്ടോ. അതൊന്നും പിന്നെ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മളൊരു 7 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പിലല്ല കേട്ടോ, ഇപ്പം മല്ലിയിലാണ് നമ്മൾ എടുക്കുന്നത്. കടലയാണ് വറുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചതാണ് കടല. പിന്നെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാനിത് നമ്മൾ വറ്റൽ മുളക് പൊടിച്ചു വെച്ചതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ കടല 1/4 കപ്പാണ് എടുത്തത്, 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ജീരകം വേണം 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, അതും 1 ടീസ്പൂണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. സവാളയും അതുപോലെ തന്നെ വഴുതനങ്ങയും കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒന്നെടുത്ത് കട്ട് ചെയ്ത് കാണിച്ചിട്ട്, അതാ ഈ ഒരു വലുപ്പത്തിന് കട്ട് ചെയ്താൽ മതി. അതുപോലെ നമുക്ക് സവാളയും മുറിച്ചു കൊടുക്കാം. അപ്പൊ കട്ടിങ് കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ കടല ഉണ്ടല്ലോ, വറുത്ത് വെച്ച കടലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും, ഇത് രണ്ടും കൂടി ഒന്ന് ചതച്ചെടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തെടുക്കൂലേ, വെള്ളം ഒന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ അതുകൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് ബാക്കിയെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെയൊക്കെയാണ്. അപ്പൊ ഇതാണ് നമ്മളെ ഒരു ടേസ്റ്റ് ഡിഫറെന്റ് ആക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം ഇതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പാനൊക്കെ വെച്ചു, നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എന്താ കോക്കനട്ട് ഓയിലിനെക്കാട്ടും നല്ലത് മറ്റേ വേറെ എന്തെങ്കിലും ഓയിൽ ഉപയോഗിക്കുന്നതാണ്. കോക്കനട്ട് ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതാണ് ഹെൽത്തി എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടതിന് ശേഷം വേഗം മൂടി വെച്ചോളൂ കേട്ടോ. നമ്മളെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിലാണ്. അപ്പോൾ മൂടി വെച്ചിട്ട് കടുക് പൊട്ടിച്ചാൽ മതി എല്ലാവരും. അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്. അടുത്ത് നമ്മളെ ജീരകമാണ്, ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ഇടാം. ഉപ്പും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. അപ്പൊ ഇത് വഴന്നൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി വഴുതന ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ആയിട്ട് വരണം കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കാം ആദ്യം. അതുപോലെ തന്നെ വറ്റൽ മുളക് ചതച്ച് വെച്ച് ഇട്ട് കൊടുക്കുക. ഈ എരിവൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇഷ്ടം എന്നല്ല, നമ്മൾ ഇപ്പം ചില ആൾക്കാർക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ചില ആൾക്കാർക്ക് ഈ പൊരിയൽ ഈ തോരനൊന്നും എരിവേ വേണ്ട, അതൊക്കെ നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇനി ഇതിപ്പം നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. അപ്പോൾ അങ്ങനെ വേവിച്ചെടുക്കാം. ഇനി എളുപ്പം വേവിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെയും വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ആവരുത്, കാരണം കുഴഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ എന്തായാലും ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ചേർക്കാത്തതുകൊണ്ട് തന്നെ
ഇവിടെ ചുരുങ്ങി വരും. നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ ഈ പാനിൽ ഫുള്ളായി നിന്നല്ലോ. അപ്പോൾ കണ്ടോ ചുരുങ്ങി വന്നിട്ടുണ്ട്. ഏതാണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്നാണ് കേട്ടോ. ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കാൻ പോകുന്നത്. നേരത്തെ പൊടിച്ചു വെച്ചിട്ടില്ലായിരുന്നോ കടലയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും. അത് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാണ്. നമുക്ക് അവസാനമായിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ പൊരിയിലും ഒക്കെ എടുത്തു വെച്ചു. ചോറാണ്, നമ്മൾ ചോറിൻ്റെ കൂടെയാണ് ഇത് കഴിക്കാൻ പോകുന്നത്. കറി ഒഴിച്ചു. ഇനിയിപ്പോൾ ഇത് കുറച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. സവാളയും വഴുതനയും എല്ലാം നല്ല ശരിക്കും കാണുമ്പോൾ തേങ്ങ ഇട്ട പോലെ തോന്നുന്നുണ്ടല്ലോ അല്ലേ. അത് നമ്മളെ കടല അതിൻ്റെയാണ്. അങ്ങനെ നമുക്ക് ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം. ഇത് സാമ്പാറാണ്. സാമ്പാർ എന്ന് പറഞ്ഞാൽ വെള്ളരി സാമ്പാറാണ് കേട്ടോ. അപ്പം അധികം കഷ്ണങ്ങളൊന്നും ആവശ്യമില്ല. നമ്മളെ വെള്ളരി സാമ്പാറിൻ്റെ റെസിപ്പി ഉണ്ട്. അപ്പോൾ അതൊന്നും എല്ലാവരും കണ്ടു നോക്കുക. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. പൊരിയിലെടുത്ത് സാമ്പാറും ചോറും എല്ലാം ചേർത്ത് കഴിച്ചു. എരിവുണ്ട് കേട്ടോ, അത്യാവശ്യത്തിന് എരിവുണ്ട്. ശരിക്കും ഈ വഴുതനങ്ങയുടെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ഒരു കറ ഉണ്ടാവില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് എപ്പോഴും ഉണ്ടാവുന്നതാണ്. അതായത് ഹൃദയം ഉണ്ടാക്കുമ്പോൾ ഈ പൊരിയൽ പോലെ ഉണ്ടാക്കുമ്പോൾ. പക്ഷേ ഇതിൽ അത് അറിയുന്നേ ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ചേർത്തിട്ടുള്ള ഇതുണ്ടല്ലോ നിലക്കടല, ആ നിലക്കടലയുടെ ആ ഒരു ടേസ്റ്റൊക്കെയാണ്. പക്ഷേ അത് നിലക്കടലയാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അങ്ങനെ മനസ്സിലാവുകയും ചെയ്യില്ല കേട്ടോ. ഇങ്ങനെ അതിൻ്റെ പുറത്തിങ്ങനെ നിൽക്കുന്ന പോലുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ കഴിക്കുമ്പോൾ അറിയാത്തവരാണെങ്കിൽ ഇതിപ്പോൾ എന്താണ് ഇതിലെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്നൊക്കെ തോന്നിപ്പോകും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വഴുതനങ്ങ ഇപ്പോൾ വലിയ വഴുതനങ്ങനെ വേണമെന്നുള്ള ഒരു നിർബന്ധവുമില്ല. നമ്മൾ ചെറിയ ഉണ്ടല്ലോ സാമ്പാർ വഴുതനങ്ങ, അതൊക്കെ ചേർത്തിട്ടും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കാരണം അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ കമൻസായിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.